മരിച്ചതിന് ശേഷമുള്ള സാമ്പത്തിക ബാധ്യത, കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു, അത് തീർക്കാമെന്ന് അന്ന് കോൺഗ്രസ് നേതൃത്വം ഉറപ്പ് നൽകിയിരുന്നോ? അവർ ഉറപ്പ് തന്നതാണ്. നമ്മളെ വീട്ടിൽ വന്നിട്ട് ഉപസമിതി രൂപീകരിച്ചിട്ട് ഉപസമിതിയിലുള്ള ആൾക്കാരാണ് നമുക്ക് തീർത്തു തരാമെന്ന് ഉറപ്പ് പറഞ്ഞത്. പക്ഷേ അവർ തീർത്തു തന്നില്ല എന്നുള്ള മാത്രമല്ല, അവർ തന്നെ ഒരു എഗ്രിമെൻ്റ് എഴുതിപ്പിച്ച് നമ്മളെ കൊണ്ട് വക്കീലിൻ്റെ മുന്നിൽ നിന്ന് എഗ്രിമെൻ്റ് എഴുതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നമ്മളും കൂടെ അതിനകത്ത് ഒപ്പിട്ട എഗ്രിമെൻ്റ് വരെ അവർ മുക്കിയ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഇന്ന് കാണുന്നത്. ഇപ്പം നമ്മൾ വിളിക്കുമ്പോൾ നിലവിൽ ആരും ഫോൺ എടുക്കുന്നില്ല. ഞങ്ങളുടെ അവസ്ഥ വളരെ മോശമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ്, അതുപോലെ തന്നെ സണ്ണി ജോസഫ് MLA, കൽപ്പറ്റ MLA ടി സിദ്ദീഖ് തുടങ്ങിയ ആളുകളൊക്കെ ഉപസമിതിയൊക്കെ രൂപീകരിച്ച് നിങ്ങൾക്ക് ഉറപ്പ് തന്നതായിരുന്നു അല്ലേ? എന്തായിരുന്നു അവർ തന്ന ഉറപ്പ്? അവർ തന്നത് ആദ്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ പറഞ്ഞത് NM വിജയൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർക്കുമെന്നായിരുന്നു പറഞ്ഞത്. അത് സാമ്പത്തിക ബാധ്യത എല്ലാം തീർത്തു തരുന്ന ഉറപ്പ് പറഞ്ഞ് അവർ രഹസ്യമായിട്ട് ഞങ്ങളെ വിളിച്ച് പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റില്ല. അവർ ഞങ്ങൾക്കൊരു ഡിമാൻഡ് വെച്ചു, അതിനകത്തുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തു തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതും ഞങ്ങൾ സമ്മതിച്ചു, അത് മതി. അത് ഞങ്ങളെ വീട് ഇരിക്കുന്ന, അതായത് അത് അച്ഛൻ്റെ കത്തിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നതാണ്. അർബൻ ബാങ്ക് നിയമനത്തിന് 45 ഉദ്യോഗാർത്ഥികളിൽ നിന്ന് മേടിച്ചതിൻ്റെ പൈസ ഞങ്ങൾ വീടിരിക്കുന്ന സ്ഥലം പണയപ്പെടുത്തിയിട്ടാണ് അച്ഛനത് ചെയ്തിരിക്കുന്നത്. അത് അവരെടുത്തു തരാം. പിന്നെ എൻ്റെ പേരിൽ അച്ഛനെടുത്തൊരു പേഴ്സണൽ ലോണും തീർത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീടിൻ്റെതൊന്നും അവർ ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും നിലവിൽ ബത്തേരി അർബൻ ബാങ്ക് കോൺഗ്രസിൻ്റെ കയ്യിലിരിക്കുന്ന ബാങ്കാണ്. അവിടെ നിന്ന് അത് എടുത്തു തരാൻ അവർക്ക് എന്തിനാണ് ഇത്ര താമസം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ അത് ചെയ്ത് തീർത്തു തരുള്ളൂ എന്നും പറഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ വിളിച്ചാൽ അവർ ഫോൺ എടുക്കില്ല. ഞങ്ങൾ എത്ര പ്രാവശ്യം PA മാറി വിളിച്ചാലും ഫോൺ എടുക്കാത്ത വിളിച്ചിട്ട് ഞങ്ങളടുത്ത് പറഞ്ഞിരിക്കുന്നത് വണ്ടൂർ MLA KP അനിൽകുമാറും കൽപ്പറ്റ MLA ടി സിദ്ദീഖുമാണ് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നത്. ഉപസമിതിയിലേക്ക് വിളിച്ച സമയത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. മാസങ്ങൾക്ക് മുന്നേ സണ്ണി ജോസഫ് MLA പിന്നെ ഞങ്ങളുടെ ഫോണേ എടുത്തിട്ടില്ല. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെയും 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അവരെ വിളിക്കുന്നത്, സണ്ണി ജോസഫിനെ ഡയറക്റ്റ് വിളിക്കുന്നത്. അന്ന് ഒറ്റ പ്രാവശ്യം ഫോൺ എടുത്തു എന്നല്ലാതെ ഫോൺ എടുക്കുന്നേ ഇല്ല. പിന്നെ ഞങ്ങളടുത്ത് ടി സിദ്ദീഖായിരുന്നു ഞങ്ങളെ വിളിച്ചു. ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ടി സിദ്ദീഖും അനിൽകുമാറാണ് നമ്മളുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതും സംസാരിക്കുന്നതും എന്നാണ് പറഞ്ഞത്. ഈ അനിൽകുമാർ എന്നോട് പറഞ്ഞ കാര്യം, ഞാൻ IC ബാലകൃഷ്ണനാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ഉത്തരവാദി എന്ന് ഞാൻ മീഡിയയിൽ പറഞ്ഞതിന് പകരം അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വന്നവരാണ് IC, അവനെ ത്രട്ടൺ ചെയ്ത് സംസാരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നടന്ന മരണത്തിനും ഒന്നിപ്പോൾ വിലയില്ലാതെയായി. നേരത്തെ സാമ്പത്തിക ബാധ്യതയെല്ലാം തീർക്കാമെന്ന് കോൺഗ്രസ് ഉറപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ അവരാരും പ്രതികരിക്കുന്നില്ലെന്നാണോ? ആരും പ്രതികരിക്കുന്നില്ല. ഒരു കോൺഗ്രസ്സുകാർ പോലും ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ തന്ന ഉറപ്പ് പോലും അവർ പാലിക്കുന്നില്ല. അവർ ചെയ്ത കാര്യം, അവരെഴുതിയ എഗ്രിമെൻ്റ് എന്തിനാണ് അവർ മറച്ചു വയ്ക്കുന്നത്? ഞങ്ങളുടെ അടുത്ത് അവർ പറഞ്ഞത് എഗ്രിമെൻ്റ് വക്കീലിൻ്റെ അടുത്ത് നിൽക്കട്ടെ. കൽപ്പറ്റ സിവിലിൻ്റെ ഓപ്പോസിറ്റുള്ള രാജീവ് എന്ന് പറഞ്ഞ വക്കീലിൻ്റെ അടുത്ത് സിദ്ദീഖ് ഏർപ്പാടാക്കിയ വക്കീലാണത്. സിദ്ദീഖ് ഏർപ്പാടാക്കിയ വക്കീലിൻ്റെ അടുത്ത് സിദ്ദീഖ് പറഞ്ഞു നിങ്ങളെടുത്തും ഞങ്ങളെടുത്തും കോപ്പി വേണ്ട, വക്കീലിൻ്റെ അടുത്ത് അത് സുരക്ഷിതമായി നിൽക്കട്ടെ എന്ന് പറഞ്ഞ സാധനം ഇവരുടെ ഈ അനാസ്ഥ കാരണം വീണ്ടും ഞാൻ ഒരിക്കൽ 2 മാസങ്ങൾക്ക് ശേഷം ഞാൻ പോയി ചോദിച്ചപ്പോൾ വക്കീൽ എൻ്റെ അടുത്ത് പറഞ്ഞത് പിറ്റേ ദിവസം തന്നെ സിദ്ദീഖിൻ്റെ PA ശ്രീകാന്ത് അത് മേടിച്ചു കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഞാൻ സിദ്ദീഖിനെ വിളിച്ച സമയത്ത് ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് ചൂടായി. ആരോട് ചോദിച്ചിട്ടാണ് വക്കീലിൻ്റെ അടുത്ത് പോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വക്കീൽ പറയുന്നത് വക്കീലിന് ഒന്നും അറിയില്ല. വക്കീൽ വിചാരിച്ചു ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു. കൽപ്പറ്റ MLAയുടെ PA വന്ന് ശ്രീകാന്ത് എന്നുള്ള പേര് വക്കീലാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. വക്കീൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ തീർന്നു, അവരത് തീർത്തു എന്നാണ് വിചാരിച്ചത്. പിന്നെ ഞങ്ങൾ പോയിട്ട് എഗ്രിമെൻറ്റിൻ്റെ കോപ്പി ചോദിച്ചപ്പോഴാണ് ഇതില്ല എന്ന് ആൾക്ക് മനസ്സിലാവുന്നത്. വിജേഷിൻ്റെ എന്താ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നോ? അതിലെന്താ സംഭവിച്ചത്? എൻ്റെ ഹസ്ബൻഡ് അതിനുശേഷം മാനസികമായി ഭയങ്കര വീക്കായി. കാരണം ചെയ്തു വെച്ച കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലും ഓരോ കോൺഗ്രസ്സുകാരനും ബാങ്കിൽ ജോലിക്ക് പോലും ആൾക്ക് പോയി കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എല്ലാവരും കുറ്റപ്പെടുത്തുന്നു. എല്ലാവരും ഇപ്പം വലിയൊരു കോൺഗ്രസ് എന്നുള്ള പാർട്ടീൻ്റെ അടുത്താണ് ഞങ്ങളെപ്പോലെ സാധാരണക്കാരെ 2 പേരും 3 കുഞ്ഞു മക്കളും എതിർത്ത് നിൽക്കുന്നത്. ഞങ്ങൾക്ക് താങ്ങുന്നതിന് പരിധിയുണ്ട്. അവർ ഇപ്പോഴും ഓരോരോ ബാങ്കുകാർ, ഈ പ്രവാസി ബാങ്ക്, ഇവിടുത്തെ ബത്തേരിത്തെ ബാങ്കാണ്, കോൺഗ്രസ്സുകാരുടെ ബാങ്കല്ലേ, അവരൊക്കെ വന്ന് ഞങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായി മാനസിക വിഷമത്തിലായി. ആൾക്ക് സ്ട്രോക്ക് വന്നിട്ട് കോഴിക്കോട് മിംസിലായിരുന്നു ഞങ്ങൾ 10 ദിവസം. ഇന്നത്തെ തീയതി വരെ 2 മാസമായി ഞാൻ ആ മിംസ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട്. ഇന്നത്തെ തീയതി വരെ മിംസത്തെ ബില്ല് ഞങ്ങൾ അടച്ചിട്ടില്ല. 1,50,000 രൂപ ബില്ലായിട്ട് ഞാൻ അന്ന് രാത്രി മുതൽ 3:30 ഡിസ്ചാർജ് ആയ ആളെ രാത്രി 8:30 വരെ ഞാൻ കൽപ്പറ്റ MLAനെയും MLAൻ്റെ PAനെയും മാറി വിളിച്ചിട്ട് ഞാൻ ആ പൈസ ഒന്ന് അറേഞ്ച് ചെയ്ത് തരൂ,
ഞങ്ങൾക്ക് ബില്ലടയ്ക്കാണ്ട് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഞങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല. ലാസ്റ്റ് PV അൻവറിനെ ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ച് ഞാൻ റിക്വസ്റ്റ് ചെയ്തു, സാർ എനിക്കൊരു ഹെൽപ്പ് ചെയ്തു തരൂ, ആരോടെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ PV അൻവറാണ് ആസാദ് മൂപ്പനെ ഡയറക്റ്റ് വിളിച്ചു. ഒരു 10 ദിവസത്തെ അവധിയിൽ എൻ്റെ ആധാറും ഞാൻ സൈൻ ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഡെയിലി മിങ്സ് എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബില്ല് പോലും ഞങ്ങൾ ക്ലിയർ ചെയ്തിട്ടില്ല. തുടക്കത്തിൽ കോൺഗ്രസ് നിങ്ങളെ കുടുംബത്തെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു, കുടുംബത്തോടൊപ്പം നിൽക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ പുറന്തള്ളി അല്ലേ? തീർച്ചയായിട്ടും ഇനി കോൺഗ്രസ് പാർട്ടിയിൽ എനിക്കൊരു വിശ്വാസം ഇല്ല. ഞാനത് തീർത്ത് പറയും. കാരണം ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഓരോ വിഷമത്തിനും ഞാനിന്ന് ഭയങ്കരമായിട്ട് ലജ്ജിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ എന്തിനീ പാർട്ടീനെ വിശ്വസിച്ചു എന്നുള്ള കാര്യം ഒരാൾ പോലും വാക്ക് പാലിക്കുന്നില്ല. വേറൊരു പാർട്ടിയിൽ ഒരാൾക്കാണ് ഇത് സംഭവിച്ചാൽ അവരങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇവരൊരു ശത്രുവിനെ പോലെ ഇപ്പോഴും അച്ഛൻ മരിക്കാൻ ആരാണോ കാരണക്കാർ അവർക്ക് ഒരു കുഴപ്പമില്ലാതെ അവർ ബത്തേരി ടൗണിൽ കൂടെ അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇപ്പം ഒന്നടങ്കം ഞങ്ങളെ കുറ്റപ്പെടുത്തുക, എന്താ പറയേണ്ട, വലിയ ബുദ്ധിമുട്ടിലപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ സാമ്പത്തിക ബാധ്യത വന്നു, എങ്ങനെ നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റും? അപ്പോൾ ഈ DCCയിൽ നിന്ന് അല്ലെങ്കിൽ ND അപ്പച്ചൻ അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു സഹായം ഉണ്ടാകുന്നൊരു പ്രതീക്ഷയുണ്ടോ? ഇനി എനിക്ക് ഒരു പ്രതീക്ഷയില്ല എന്ന് മാത്രമല്ല, അവർ കിടന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ അറിയാലോ, ഒരു എഗ്രിമെൻ്റ് എഴുതിക്കുന്നു. അന്ന് പ്രിയങ്ക ഗാന്ധിക്കെതിരെ ഞാൻ സംസാരിച്ചപ്പോഴാണ് അവർ പിറ്റേ ദിവസം തന്നെ വിളിച്ചിട്ട് എഗ്രിമെൻ്റ് എഴുതിക്കുന്നത്. ആ എഗ്രിമെൻ്റ് ഞങ്ങളറിയാതെ അവരെന്തിനാണ് കൊണ്ടുപോയിട്ട് പറഞ്ഞത് KPCCയിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ആർക്കും അത് KPCCയിൽ പഠിക്കേണ്ട ആവശ്യം? ഇത് കീറി മുറിച്ച് അത് പഠിച്ചിട്ട് അതിനകത്തുനിന്ന് എന്തെങ്കിലും ഇതാക്കേണ്ട ആവശ്യം അവർക്കുണ്ടോ? സണ്ണി ജോസഫിന് പഠിക്കാനാണെന്നാണ് പറഞ്ഞത്. ജോസഫ് പിന്നീട് വയനാട്ടിൽ വന്ന സമയത്തൊന്നും നിങ്ങളുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടില്ല? ഇല്ല, ആരും ബന്ധപ്പെടുന്നില്ല. ഇപ്പം ഈ പറഞ്ഞല്ലോ അനിൽകുമാറും സിദ്ദീഖ് MLA ആണ് നമ്മളുടെ കാര്യം ഇതാക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും ഈ അനിൽകുമാർ ഒന്നും ഒരു പ്രാവശ്യം പോലും നമ്മളെ വിളിക്കുകയോ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കുകയോ ചെയ്തിട്ടില്ല. ആൾക്ക് ഞങ്ങളോട് ഭയങ്കര ദേഷ്യമാണ്. കാരണം ആളുടെ ഗ്രൂപ്പാണ് IC ബാലകൃഷ്ണൻ. ICനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നമ്മളെ അങ്ങോട്ട് എന്താ പറയേണ്ടത്, അവരോടൊന്നും മത്സരിക്കാനൊന്നും നമുക്ക് പറ്റില്ല. ND അപ്പച്ചൻ എന്താ നിലപാട്? ND അപ്പച്ചനെ ഞങ്ങൾ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വരുന്ന വഴിക്ക് ആളെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ സംസാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് ഇതായ സമയത്ത് ഭയങ്കര ടെൻഷനിലിരിക്കുമ്പം ആളൊരു പ്രാവശ്യം അപ്പച്ചനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചു കഴിഞ്ഞ സമയത്ത് വേഗം ഫോൺ കട്ട് ചെയ്യുക ചെയ്തത്. ഒന്നും ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. ഇപ്പോൾ ഒരു മരണം ഉണ്ടായത് അറിഞ്ഞിരുന്നോ പുൽപ്പള്ളിയിൽ? അറിഞ്ഞിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിനെ വിശ്വസിച്ചിട്ട് കോൺഗ്രസിലെ കള്ളന്മാർ സൂപ്പറായിട്ട് ജീവിക്കും, കോൺഗ്രസിനെ വിശ്വസിച്ചവർ മരിക്കുന്നൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഇന്നുള്ളത്. അതെ, അത് കോൺഗ്രസ് എന്നൊരു പ്രസ്ഥാനത്തിനെ തന്നെ ഇവർ നശിപ്പിക്കുകയാണ്. ആരും വാക്ക് പാലിക്കാതെ. നിങ്ങൾ തന്നെ കണ്ടില്ല, മരിക്കുന്നത് കോൺഗ്രസ്സുകാരാണ്. ഒരു പ്രസ്ഥാനത്തിനെ വിശ്വസിച്ചുകൊണ്ട് അപ്പോൾ അവരുടെ വീട്ടുകാർക്ക് പോയി, അത്ര മാത്രമേ ഉള്ളൂ, അവരുടെ വീട്ടുകാർക്ക് പോയി 1-2 ദിവസം ആരെങ്കിലും ചെല്ലും, പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമെന്ന് പറയും. ഇന്നിപ്പം ഞങ്ങളുടെ കുടുംബം പിടിച്ചു നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ ഒരു വിൽ പവർ കൊണ്ട് മാത്രമാണ് ഞങ്ങളെ കുടുംബം ഒന്ന് പിടിച്ചു നിൽക്കുന്നത്. കാരണം ഇനി ഈ പാർട്ടീനെ ഞാൻ വിശ്വസിക്കില്ല. ഞാൻ അന്നും ഒരു 10 ദിവസം സമയം കൊടുത്തത്, ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ പറയാം, 10 ദിവസം സമയം കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും പ്രശ്നമാവേണ്ടെന്ന് വെച്ചിട്ടാണ്. ഒരുപാട് പ്രാവശ്യങ്ങളിൽ IC ബാലകൃഷ്ണൻ ഞങ്ങളെ വീട്ടിൽ വന്ന് പൈസ മേടിച്ച് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ സുഹൃത്ത് വലയത്തിൽ നിന്ന് തന്നെ ബാങ്ക് നിയമനം എന്ന് പറഞ്ഞിട്ട് പൈസ മേടിക്കുകയും ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ വീട്ടിൽ അവർ വന്നില്ല എന്നവർ പറയട്ടെ, വീട്ടിൽ വന്ന് അച്ഛനോട് ഈ പൈസ മേടിച്ച് പോയത് ഇല്ല എന്നവർക്ക് പറയാൻ പറ്റുമോ? അവർ മേടിച്ചിട്ടുണ്ട്. ആത്മാഭിമാനമുള്ള അന്തസ്സുള്ള കോൺഗ്രസ് പ്രവർത്തകരാണെങ്കിൽ നിങ്ങളുടെ ബാധ്യത തീർക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും തീർക്കേണ്ടത് മാത്രമല്ല, അത് ജെനുവിനായിട്ടുള്ള കാര്യമാണ്. ഈ പൈസ ഒന്നും അച്ഛനെ പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിച്ചതല്ല എന്ന് ഇവർക്ക് വ്യക്തമായതുകൊണ്ടാണ് ഇവർ കുടുംബത്തിൻ്റെ കൂടെ നിൽക്കുക. അന്ന് ഞങ്ങൾ ആദ്യം ചവിട്ടിയ പാർട്ടിയാണ് ഈ കോൺഗ്രസ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ആദ്യം മരിച്ചു കഴിഞ്ഞ് 4ാമത്തെ ദിവസം ഞങ്ങൾ എല്ലാ സ്ഥലത്തും പോയിട്ട് അവരുടെ കാല് പിടിച്ച് പുറമേ ഉള്ളവർ ഇത് അറിയണ്ട, അച്ഛൻ പറഞ്ഞത് പ്രകാരം പ്രവർത്തിച്ച മക്കളാണ് ഞങ്ങൾ. പക്ഷെ അന്ന് അവരെന്താ പറഞ്ഞത്? അന്ന് അവർ പറഞ്ഞു, ഞങ്ങളെ തള്ളി പറഞ്ഞു. പക്ഷേ ഈ മീഡിയ ഞങ്ങളെ ഭാഗത്ത് ഇടപെട്ട് മീഡിയയുടെ സപ്പോർട്ട് കണ്ടപ്പം ഇവർക്ക് തോന്നി ഇത് നടക്കില്ല. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ തിരുവഞ്ചൂരിനെ കാണാൻ കോട്ടയം പോയിട്ടുണ്ടായിരുന്നു. തിരുവഞ്ചൂരിനെ കാണാൻ പോയപ്പം തിരുവഞ്ചൂരും പറഞ്ഞത് എൻ്റെ അടുത്താണ്, മോളെ ഞാൻ ഇതിനകത്ത് പെട്ടുപോയതാണെന്നാണ് മൂപ്പര് എൻ്റെ അടുത്ത് പറഞ്ഞത്. മോളെ ഇത് ഞാൻ പെട്ടുപോയി, ഒരു ഉപസമിതി ഉണ്ടാക്കിയിട്ട് പോയി പ്രശ്നം സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വന്നു. പക്ഷേ അവർ ചെയ്തു തരണം എന്ന് പറഞ്ഞ കാര്യം ചെയ്തു തരേണ്ട ബാധ്യത അവർക്ക് ഉണ്ടായിരുന്നു. അവരെന്താണ് ഇങ്ങനെ എന്നാണ് ചോദിച്ചത്.
പിന്നെ ഒരു വാക്കും കൂടെ ചോദിച്ചത്, നിങ്ങൾ എന്തുകൊണ്ട് എഗ്രിമെൻറ്റിൻ്റെ കോപ്പി എടുത്ത് വെച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സിദ്ദീഖാണ്, കൽപ്പറ്റ MLA ആണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്, കോപ്പി എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ അടുത്തും ഞങ്ങളുടെ അടുത്തും വേണ്ട, വക്കീലിൻ്റെ അടുത്ത് നിൽക്കട്ടെ എന്ന് പറഞ്ഞ ആ സാധനം അപ്പം തിരുവഞ്ചൂർ പറയുന്നത്, നിങ്ങൾ അതിന് മാത്രം എന്തിന് സിദ്ദീഖിനെ വിശ്വസിച്ചു എന്ന്. അപ്പം ഒരു കോൺഗ്രസ്സുകാരനാണ് അടുത്ത കോൺഗ്രസ്സുകാരനെ പറ്റി ചോദിക്കുന്നത്. അവർക്ക് തമ്മിൽ തന്നെ ഒരു വിശ്വാസം എല്ലാവർക്കും അറിയാം. അച്ഛൻ്റെ കാര്യം ജെനുവിനാന്ന് എല്ലാവർക്കും അറിയാം. കാരണം അച്ഛനായിരുന്നു ആ പൈസ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്നിങ്ങനെ വന്ന് സംസാരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എന്തിനധികം പറയുന്നു, 1.5 ലക്ഷം രൂപ ഞങ്ങൾക്ക് ബില്ല് കൊടുത്തിട്ട് ഇറങ്ങി പോരായിരുന്നു. അതിന് നിങ്ങൾക്ക് മിംസ് ഹോസ്പിറ്റലിൽ ഞാൻ വേണമെങ്കിൽ കോൾ ഹിസ്റ്ററി കാണിച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോയി അന്വേഷിച്ചാൽ അറിയാം. എൻ്റെ ആധാറാണ് അവിടെ കൊടുത്തിട്ട് പോകുന്നത്. സംസ്ഥാന സർക്കാർ ഇതിൽ ഇടപെട്ട് കഴിഞ്ഞിട്ട് നിങ്ങളൊരു പരാതി നൽകിയാൽ ഇതിൽ ഇടപെടും, അല്ലെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇതിനി എങ്ങോട്ടാണ് ഇതിൻ്റെ, ഒന്നാമത് എനിക്ക് പൊളിറ്റിക്സിനെ പറ്റിയിട്ടൊന്നും അഗാധമായിട്ട് ഒരു അറിവോ ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, കാരണം ഞാൻ അന്നൊക്കെ ഞാൻ പറഞ്ഞത് തന്നെ ഞാൻ ഇപ്പോഴും റിപ്പീറ്റ് ചെയ്യാണ്, മാക്സിമം പിടിച്ചു നിൽക്കാനേ പറ്റുള്ളൂ. പക്ഷേ മനുഷ്യൻ്റെ മനസ്സാണ്, ഇടയ്ക്ക് പതറിപ്പോകുന്ന സമയത്ത് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ അന്ന് പറഞ്ഞതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. കോൺഗ്രസ്സുകാർ തന്നെയായിരിക്കും അതിന് ഉത്തരവാദികൾ.